ഹരി ഓം നമഃ ശിവായ. സനാതന സാരഥികൾക്ക് ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക്, മന്ത്രപരിചയം സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മംഗല്യസിദ്ധി വരാത്ത സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർക്ക് മംഗല്യസിദ്ധി ശീഘ്രം വരാൻ ഉതകുന്ന ഒരു ദേവീ ധ്യാനമാണ്, പരാശക്തി അമ്മയുടെ ഒരു ധ്യാനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മംഗല്യസിദ്ധി ദേവി ധ്യാനം എന്നാണ് ഇതിൻ്റെ നാമകരണം. ഇത് നമ്മൾ ചൊല്ലേണ്ടത് സാധാരണ വിവാഹം കഴിയാതെ ആകുമ്പോഴാണ് പലരും ഇത് ചൊല്ലുക, അല്ലെങ്കിൽ വയസ്സ് കയറി പോയപ്പോഴായിരിക്കും ഇത് ചൊല്ലുക. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ പെൺകുട്ടികൾ ഒരു 20 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ചൊല്ലിത്തുടങ്ങണം എന്നാ പറയാം. ആ ചൊല്ലിത്തുടങ്ങുമ്പോൾ അനുയോജ്യമായിട്ടുള്ള വരനെ തരണേ എന്നുള്ള രീതിയിലായിരിക്കണം ചൊല്ലി. അതൊരു 8 ഉരുവെങ്കിലും ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ആവശ്യം കാണുമ്പോൾ ചൊല്ലണതും ഒരു ആവശ്യമില്ലാതെ സദ്ബുദ്ധിയോടുകൂടി ചൊല്ലുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് അത്തരത്തിലുള്ള കൊച്ചു കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലായാലും അവരെ കൊണ്ട് അങ്ങനെ ചൊല്ലിപ്പിക്കുക. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ പുരുഷൻ വന്നു ചേരും, പുരുഷനാണെങ്കിൽ സ്ത്രീ വന്നു ചേരും. അതൊരു വശം. അതുകൂടാതെ ഇപ്പോൾ ഞാൻ ഇവിടെ പ്രതിദാനം ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, വിവാഹം കഴിയാതിരിക്കുന്ന, അതായത് വയസ്സ് കയറിയിട്ട് നമുക്ക് അതിൻ്റെ വിവാഹ ചാൻസ് കുറവുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കുള്ള ഒരു മന്ത്രസിദ്ധിയാണ് ഞാൻ ഇന്ന്, മന്ത്രപരിചയമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് അങ്ങനെയുള്ളവർക്കും ചൊല്ലാം, അല്ലാത്തവർക്കും ചൊല്ലാം എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ മന്ത്രം, ഞാൻ പരാശക്തിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് നിയമങ്ങളൊന്നും തന്നെയില്ല. മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പറയണത്. ഇത് മത്സ്യമാംസാദികൾ കഴിക്കണതുകൊണ്ട് വിരോധമില്ല. വൈകിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ പകൽ സമയത്ത് കഴിക്കരുത്. നമ്മൾ കാലത്താണ് ചൊല്ലുന്നതെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ മത്സ്യമാംസാദികൾ കഴിക്കാം. പരമാവധി നമ്മൾ മത്സ്യമാംസാദികളിൽ നിന്നൊക്കെ ഒഴിവായി പിന്നോട്ട് പോരണം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു 50-60 വയസ്സാകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് നിർത്തി ദേശാടനത്തിലേക്കും സന്യാസത്തിലേക്കും തിരിയണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മോക്ഷം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ച് വീണ്ടും ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ഇന്നത്തെ മന്ത്രം ഞാൻ ചൊല്ലാം. ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുതിയ വസ്ത്രം എടുക്കണം എന്നൊരു നിയമം പറയുന്നുണ്ട്. അതായത് പുതിയ വസ്ത്രം എന്ന് പറയുന്നത് കോടിയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറി തേവാരങ്ങളൊക്കെ കഴിഞ്ഞ് അലക്കിയിട്ട് ഡ്രസ്സ് ഇടണം എന്നാണ് പറയണത്. ചിലർ ഇങ്ങനെ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, ചിലർ കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ അശുദ്ധിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതന്നെ ഇട്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ 1-2 അറിവുകൾ കിട്ടി, അതുകൊണ്ടാണ് പറയണം. അപ്പോൾ പുതിയ വസ്ത്രം ഉടുക്കണം എന്നാണ് ഇതിൻ്റെ മറ്റൊരു സിസ്റ്റം. അത് കുറി തേവാരങ്ങളൊക്കെ കഴിഞ്ഞ് ഭസ്മം നിർബന്ധമായും സ്ത്രീ പുരുഷന്മാർ ധരിക്കണം. എന്നിട്ട് വേണം നമ്മൾ പൂജ ചെയ്യേണ്ടത്. ഭസ്മം നിർബന്ധമായും തൊടണം. എന്നിട്ട് നമ്മൾ ഈ ക്രിയയിലേക്ക് കിടക്കാം. അപ്പോൾ ഗുരുവിളക്ക് ഉണ്ടെങ്കിൽ അത് മഹാലക്ഷ്മിയായിട്ട് സങ്കല്പം ചെയ്യണം.
അവിടെ മഹാലക്ഷ്മി ഭഗവതിക്ക് ഒരു വെളുത്ത പുഷ്പം, ഒരു ചുവന്ന പുഷ്പം, ഈ 2 പുഷ്പങ്ങളും സമർപ്പിക്കണം. അത് നിത്യം നമുക്ക് ഒരു ദിവസം നമുക്ക് മുടങ്ങിപ്പോയി, അബദ്ധവശാൽ നമ്മൾ മുടങ്ങി എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് മാനസ പുഷ്പം ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ആ വിളക്കൊക്കെ ഒന്ന് തുടച്ച് കിഴക്കും പടിഞ്ഞാറ് തിരിയൊക്കെ ഇട്ട് കത്തിച്ച് ഈ നാമം നമ്മൾ 108 ഉരു ചൊല്ലണം. അതായത് വിവാഹം കഴിയാതെ നിൽക്കുന്ന, ലേറ്റായിട്ട് നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ 108 തവണ ഈ മന്ത്രം ചൊല്ലണം. തീർച്ചയായും അവർക്ക് 90 ദിവസത്തിനുള്ളിൽ വിവാഹ കാര്യങ്ങൾ വരും. മന്ത്രം ചൊല്ലുമ്പോൾ മനസ്സ് കൊടുക്കണം. മനസ്സ് കൊടുക്കാണ്ട് നമ്മൾ ചൊല്ലിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം, വീടിൻ്റെ അടുത്തുള്ള ദുർഗാക്ഷേത്രം, ദുർഗാ ഭഗവതിക്ക് പോയിട്ട് പട്ട് കടുംബായുസ്സും സമർപ്പിക്കുക. അതുപോലെ തന്നെ ശിവഭഗവാന്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശിവഭഗവാന് ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മുന്നും പിന്നും വിളക്ക്, കൂവളത്തിൻ്റെ മാല സമർപ്പിക്കണം. അതുകൂടാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം, വിഷ്ണു, കൃഷ്ണ, നരസിംഹം ഏതായിക്കോട്ടെ, ആ ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. പുരുഷന്മാരാണെങ്കിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. പാൽപ്പായസം കഴിക്കുക, തിരുമുടി മാല കഴിക്കുക. ഈ 3 കാര്യങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലും ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ ഉപാസനാക്രമം ചെയ്യേണ്ടത്. ഇത് എത്ര നാൾ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമില്ല. നമ്മുടെ വിവാഹം കഴിയണവരെ ഇത് ചൊല്ലണം. എന്തായാലും ഒരു 3 മാസത്തിനുള്ളിലൊക്കെ അതിനുള്ള വഴികൾ വരും. 3 മാസത്തിനുള്ളിൽ വിവാഹം കഴിഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ ഉറപ്പിച്ചിടൽ, അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ വരൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ അതിനുള്ള വഴികൾ നമുക്ക് വന്നു തുടങ്ങും. അല്ലാതെ ചിലർ ചോദിക്കും ഇത് വിവാഹം കഴിഞ്ഞില്ലല്ലോ എന്നല്ല. അപ്പോൾ ചിലപ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ടിട്ടുണ്ടാവും. അങ്ങനെയായാലും എന്തായാലും മുൻകാലങ്ങളിൽ നിന്നുള്ള ആ നെഗറ്റീവിൽ നിന്ന് ആ പോസിറ്റീവിലേക്ക് കാര്യങ്ങൾ വരും. നമ്മളുടെ ആ ഭക്തിയും കൂടിയാകുമ്പോൾ തീർച്ചയായും ഈ മംഗല്യം നടക്കും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇത് നടന്നു കഴിഞ്ഞാൽ പുരുഷനാണെങ്കിൽ എൻ്റെ ഭാര്യയുമായി മൂകാംബിക വന്ന് തൊഴാമെന്ന് പ്രാർത്ഥിക്കുക. സ്ത്രീ ആണെങ്കിൽ അതുപോലെ പുരുഷനുമായി വന്ന് മൂകാംബിക അമ്മയെ ഒരു ദിവസം വന്ന് തൊഴാമെന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ മംഗല്യം നടക്കും. ഞാൻ മംഗല്യം മന്ത്രം ഞാൻ ചൊല്ലാം. ഓം നമസ്തേ ത്വാംബികേ ഭീഷണം സ്വസന്ധാനയുതാം ശിവാം ഭൂയാപതിർമേ ഭഗവാൻ കൃഷ്ണസ്തധനുമോദകം. ഇതാണ് മന്ത്രം. ഈ മന്ത്രം ഈ രീതിയിൽ ചൊല്ലണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൊല്ലാം, അല്ലെങ്കിൽ പറഞ്ഞാലും മതി. ഭക്തിയോടുകൂടി ചൊല്ലണം എന്ന് മാത്രം. ഇതിൽ ഭഗവാനും പരമേശ്വരനും മഹാലക്ഷ്മിയും ദുർഗയും മഹാവിഷ്ണു ഒക്കെ സാന്നിധ്യം വരുന്ന ആ പരാശക്തിയുടെ ധ്യാനമാണ്. ആ ധ്യാനം നിങ്ങൾക്ക് ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ മംഗല്യം സംഭവിക്കും. അതും നല്ല മംഗളം സംഭവിക്കും എന്നാണ് ഗുരുപദേശം. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ കൊണ്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എല്ലാ മാസത്തിലും ഭഗവതിക്കുള്ള ഗുരുതിയിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അനുഗ്രഹം വരാൻ വേണ്ടിയിട്ടുള്ള ക്രിയകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. ഓം
ഹരി ഓം നമഃ ശിവായ.